Hello dear students, good morning and welcome back to our class Business Regulations. In the previous class, we have discussed about quasi-contract. As we discussed, quasi-contract is a legal obligation or special type of contract which is created by law. And today we are moving to our next chapter, that is performance of contract. Okay, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വലിയൊരു പോർഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, വാട്ട് ഈസ് എ കോൺട്രാക്ട്, വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, വാട്ട് ഈസ് വോയിഡ് എഗ്രിമെൻറ്റ്, വാട്ട് ഈസ് കണ്ടിജൻറ്റ് കോൺട്രാക്ട് ആൻഡ് വാട്ട് ഈസ് ക്വാസി കോൺട്രാക്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. The term performance of contract means that both the promisor and the promisee have fulfilled their respective obligation which the contract placed upon them. Performance of contract take place when the parties to the contract fulfill their obligation arising under the contract within the time and the manner prescribed. Performance is the usual mode of discharge of a contract. Okay, so performance of contract എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പാർട്ടീസ് എന്താണോ ചെയ്യാൻ അവർക്ക് അവരുടെ ബാധ്യത, അവരുടെ കടമ, അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറ്. ഓക്കെ, അപ്പോൾ അതിൽ വാഹനം ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ട പെർഫോമൻസ്, അതിൻ്റെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് മറ്റാൾ ചെയ്യേണ്ട പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിനെ നമുക്ക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് ആ കോൺട്രാക്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു മോഡിൽ തന്നെ ആയിരിക്കണം അവർ കോൺട്രാക്റ്റ് പെർഫോം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ദെൻ പെർഫോമൻസ് ഈസ് ദി യൂഷ്വൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്. ഓക്കെ, ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്ന യൂഷ്വൽ മോഡ് എന്ന് പറയുന്നത് പെർഫോമൻസ് തന്നെയാണ്. ഓക്കെ, അവരത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, കാർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവിടെ ഇല്ലാതായി. ഓക്കെ, സോ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മോഡ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് തന്നെയാണ്. ഓക്കെ, ഓക്കെ, സോ if the parties to a contract have done what they had undertaken to do as per the terms of contract, they become free from further liability. ഓക്കെ, സോ അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒബ്ലിഗേഷൻസോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ദെൻ ദർ ആർ two types of performance of contract. Okay, the performance may either be actual performance or attempted performance. ഓക്കെ, പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് ആവാം അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആവാം. ഓക്കെ, സോ എന്താണ് ആക്ച്വൽ പെർഫോമൻസ്? എ പാർട്ടി ടു എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഹാവ് ആക്ച്വലി പെർഫോംഡ് ഹിസ് പ്രോമിസ് വെൻ ഹി ഹാസ് ഡൺ വാട്ട് ഹി ഹാഡ് അണ്ടർടേക്കൺ ടു ഡു. ഓക്കെ, എന്താണോ അയാൾക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷൻ എന്താണോ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹി ഹാഡ് ഡൺ വാട്ട് ഹി ഹാഡ് അണ്ടർടേക്കൺ ടു ഡു. ഓക്കെ, എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, when a party to contract has fulfilled his obligation in accordance with the terms of contract, then it is said to be have actually performed. A contract imposes obligation on both the parties to perform. Okay, so രണ്ട് പാർട്ടീസിനും എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവരത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹന വിൽപ്പനത്തിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ വാഹനം ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അയാളത് ആക്ച്വലി പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, വെൻ ബോത്ത് ദി പാർട്ടീസ് ഹാവ് ആക്ച്വലി പെർഫോമൻസ്ഡ് ദർ റെസ്പെക്റ്റീവ് പ്രോമിസ് ഒബ്ലിഗേഷൻ, ദെൻ ദി കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഡിസ്ചാർജ്ഡ് ഓർ ടെർമിനേറ്റഡ്. ഓക്കെ, സോ രണ്ട് പാർട്ടീസും ആക്ച്വലി അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ കോൺട്രാക്റ്റ് പിന്നീട് നിലനിൽക്കുന്നില്ല. ഓക്കെ, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തു അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ്. ദെൻ അറ്റംപ്റ്റഡ് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 38 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, വെൻ എ പ്രോമിസർ ഹാസ് മെയ്ഡ് ആൻ ഓഫർ ഓഫ് പെർഫോമൻസ് ടു ദി പ്രോമിസി ആൻഡ് ദി ഓഫർ ഹാസ് നോട്ട് ബീൻ അക്സെപ്റ്റഡ് ബൈ പ്രോമിസി, then it is called an attempted performance.
Thus, an attempted performance is otherwise known as offer to perform or tender. ഓക്കെ, അറ്റംപ്റ്റഡ് പെർഫോമൻസ് നമുക്ക് ഓഫർ ടു പെർഫോമൻസ് എന്നോ അല്ലെങ്കിൽ ടെൻഡർ എന്നോ വിളിക്കാം. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ ആ ഒരു പെർഫോം ചെയ്യാം എന്നുള്ള ഓഫർ കൊടുക്കുന്നു, പക്ഷേ ആ ഒരു ഓഫർ മറ്റേ പാർട്ടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം, വാഹനം വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ ഈ വാഹനം ഉടമ മറ്റേയാളോട് പറയാണ്, ഞാൻ താങ്കൾക്ക് ഇന്ന് ഡെലിവർ ചെയ്തു തരാമെന്ന് പറയാണ്. മറ്റേ പാർട്ടി പറയാണ്, അയാൾക്ക് എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾ പറയുന്നു ഇന്ന് ഡെലിവറി ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അയാളുടെ ഈ ഒരു ഓഫർ അവിടെ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് ഓഫർ ഓഫ് പെർഫോമൻസ് മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം പെർഫോമൻസ് നമുക്ക് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, പെർഫോം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ മറ്റേ പാർട്ടി ആ പെർഫോമൻസ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ സോ അറ്റംപ്റ്റഡ് പെർഫോമൻസിൻ്റെ കേസിൽ ആക്ച്വൽ പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പെർഫോമും ഫുൾഫിൽ ചെയ്യുന്നില്ല. പെർഫോം ചെയ്യാമെന്ന് പറയുന്നു, പക്ഷേ മറ്റേ പാർട്ടി അത് നിരസിക്കുന്നു. ഓക്കെ, ദെൻ എ ടെൻഡർ ഓർ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഈസ് ഡിവൈഡ് ഇൻ ടു ടു. രണ്ട് തരത്തിലാണ് ടെൻഡർ ഉണ്ടാവുക അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ടാവുക. ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസും അതുപോലെ തന്നെ ടെൻഡർ ഓഫ് മണി. വെൻ ദി അറ്റംപ്റ്റഡ് ഓഫർ കൺസിസ്റ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഇറ്റ് ഈസ് നോൺ ആസ് ടെൻഡർ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഒരു സാധനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയാം. ദെൻ ക്യാഷ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ ഓഫ് മണി എന്ന് വിളിക്കാം. ഓക്കെ, വെൻ ദി അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഈസ് ഓഫർ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് മണി ഈസ് കാൾഡ് ടെൻഡർ ഓഫ് മണി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കരാറെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ വീട് കൈമാറി, ദെൻ വീടിൻ്റെ ക്യാഷ് നാളെ തരാം എന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ പറയുന്നു നാളെ വേണ്ട, പിന്നെ ഒരു ദിവസം തന്നാൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, ആ പെർഫോമൻസ് അവിടെ നടക്കുന്നില്ല, അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ ഫോർ മണി എന്ന് വിളിക്കാം, ടെൻഡർ ഓഫ് മണി എന്ന് വിളിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഓക്കെ, ഇത്തരത്തിലുള്ള അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു 6 എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഇൻ പ്രോപ്പർ ഫോം, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ, ഇറ്റ് ഷുഡ് ബി ഇൻ റെസ്പെക്ട് ഓഫ് ഹോൾ ഒബ്ലിഗേഷൻ, ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു പ്രോപ്പർ പേഴ്സൺ, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ഇൻസ്പെക്ട്. ഓക്കെ, സോ ഇത്രയും എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒരു വാലിഡ് ടെൻഡറിന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. എ വാലിഡ് ടെൻഡർ ഷുഡ് ഓൾവേസ് അൺകണ്ടീഷണൽ. ഓക്കെ, വാലിഡ് ടെൻഡർ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഓക്കെ, അവിടെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസും വെക്കാൻ പാടില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ, ദാറ്റ് ഈസ് എ ഡെപ്റ്റർ, offers to pay B, that is creditor, the amount due to him if B sells some goods to him. It is a conditional tender and therefore is not valid tender. ഓക്കെ, സോ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ടീഷനും കൂടി അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഡെപ്റ്റർ ബിയോട് അതിൻ്റെ ക്രെഡിറ്റോട് പറയാണ്, ഞാൻ താങ്കൾ എനിക്ക് തന്നിട്ടുള്ള ക്യാഷ് തരാം, പകരം താങ്കളൊരു വസ്തു എനിക്ക് വിൽക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു കണ്ടീഷൻ അവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ടെൻഡറുകളൊന്നും വാലിഡായിട്ട് മാറില്ല. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ആ പെർഫോം ചെയ്യുക എന്നുള്ളത് അത് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ കണ്ടീഷനും കാര്യങ്ങളൊന്നും അവിടെ വെക്കാൻ പാടില്ല. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. മറ്റൊന്ന് ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്. A tender should be made at a proper time and place. Generally, the time and place of performance are fixed by parties in their contract. If a person's obligation is to deliver goods or tender service, they must be rendered at a reasonable hour. Okay, സോ നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്ലേസിൽ തന്നെ ആയിരിക്കണം ഇവർ പെർഫോമൻസ് ഓഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടെൻഡർ നൽകേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നടത്തണമെന്നാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് അവർ നടത്തുന്നില്ല, പകരം 12ാമത്തെ ദിവസമാണ് അവർ പേയ്മെൻറ്റ് നടത്തുന്നത്. മറ്റേ പാർട്ടി അത് ആ ഒരു പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ എന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ നമുക്ക് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കണം നമ്മൾ പെർഫോമൻസ് ഓഫർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ കറക്റ്റ് പ്ലേസിൽ തന്നെ ആയിരിക്കണം പെർഫോമൻസ് ഓഫർ ചെയ്യേണ്ടത്. അല്ലാത്ത ഓഫറുകളെയൊന്നും അല്ലെങ്കിൽ അല്ലാത്ത അറ്റംപ്ഷനൊന്നും നമുക്ക് ടെൻഡർ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഓക്കെ,
then മറ്റൊന്ന് ഇറ്റ് ഷുഡ് ബി ഇൻ റെസ്പെക്ട് ഓഫ് ഹോൾ ഒബ്ലിഗേഷൻ. ദി ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് ഫോർ ഹോൾ ഒബ്ലിഗേഷൻ ആൻഡ് നോട്ട് ഫോർ എ പാർട്ട് ഓഫ് ദി ഹോൾ ഒബ്ലിഗേഷൻ. ഓക്കെ, സോ പെർഫോമൻസ്, നമ്മുടെ ഓഫർ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഹോൾ ഒബ്ലിഗേഷൻ ആയിരിക്കണം. നമ്മുടെ എല്ലാ കടമകളും നിർവഹിച്ചു കൊണ്ടുള്ള പെർഫോമൻസ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് പേയ്മെൻറ്റ് ഓഫ് മണി ഫോർ 50,000 ആണ്. അപ്പോൾ ഇയാൾ 40,000 രൂപ കൊണ്ട് അവിടെ ചെല്ലുകയാണ്. മറ്റേ പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് നമുക്ക് ടെൻഡർ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവിടെ മുഴുവനായിട്ട് ആൾ ചെയ്യേണ്ട മുഴുവൻ കടമ ഇയാൾ ചെയ്യാമെന്ന് പറയുന്നില്ല. 50,000 കൊടുക്കേണ്ടത് 40,000 കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ടെൻഡർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ചെറിയ വേരിയേഷൻസ് ഒക്കെ ചിലപ്പോൾ സംഭവിക്കാം. 50,000 കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു 49,000 ഒക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആൾ അക്സെപ്റ്റ് ചെയ്തോളാം. ഓക്കെ, പക്ഷേ ഇത്രയും മേജർ വേരിയേഷൻ അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒബ്ലിഗേഷനിൽ ഇത്ര മേജർ വേരിയൻസ് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഓക്കെ, മറ്റൊന്ന് ഇറ്റ് മസ്റ്റ് ബി ഇൻ പ്രോപ്പർ ഫോം. ഫോർ എ വാലിഡ് ടെൻഡർ ദി ഓഫർ ടു പെർഫോം മസ്റ്റ് ബി ഇൻ ഫോം മെൻഷൻഡ് ഇൻ ദി കോൺട്രാക്ട് ആർ നോട്ട് ഇൻ പ്രോപ്പർ ഫോം ആൻഡ് കസ്റ്റം യൂഷ്വലി ഫോളോഡ്. ഓക്കെ, സോ കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോമിൽ തന്നെ ആയിരിക്കണം പെർഫോമൻസ് ഓഫർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കോൺട്രാക്റ്റിലൊരു പ്രത്യേക ഫോം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലായിട്ട് എന്ത് ഫോമാണോ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുക ആ ഒരു ഫോമിൽ തന്നെ നമ്മൾ പെർഫോമൻസ് നമ്മൾ ഓഫർ ചെയ്യണം. ഓക്കെ, മറ്റൊന്ന് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു പ്രോപ്പർ പേഴ്സൺ. ഓക്കെ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ തന്നെ ആയിരിക്കണം നമ്മൾ പെർഫോമൻസ് ഓഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന്. ഓക്കെ, എ ടെൻഡർ ഓഫ് പെർഫോമൻസ് മസ്റ്റ് ബി മെയ്ഡ് ടു എ പ്രോപ്പർ പേഴ്സൺ. എ പ്രോമിസി ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് ഈസ് റിഗാർഡഡ് ആസ് പ്രോപ്പർ പേഴ്സൺ. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് പ്രോമിസിക്ക് തന്നെ പെർഫോമൻസ് ഓഫർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻറ്റിന് നമുക്ക് പെർഫോമൻസ് ഓഫർ ചെയ്യാം. ഓക്കെ, മറ്റൊന്ന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ഇൻസ്പെക്ട്. ഇൻ ദി കേസ് ഓഫ് എ ടെൻഡർ ദി പാർട്ടി ഹാവ് ദി റൈറ്റ് ടു ഇൻസ്പെക്ട് ദി പ്രോപ്പർട്ടി. ഓക്കെ, സോ നമ്മളൊരു പെർഫോമൻസ് ഓഫർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്യാനൊന്നും അവസരം കൊടുക്കാതെ മറ്റേ ആളത് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെൻഡർ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആ പെർഫോമൻസ് ഓഫർ ചെയ്തു, അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും മറ്റേ പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ടെൻഡർ എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.